ഏവർക്കും നമസ്കാരം. മറ്റു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഒത്തിരി കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ +2 എഴുതിയിട്ടുള്ള റെഗുലർ കുട്ടികളും അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫെയിൽ ആയ കുട്ടികളും എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ആദ്യം വരാൻ തന്നെ സാധ്യതയുണ്ട്. സാധ്യത നല്ല ഉറപ്പാണ്. അപ്പൊ അതിന്റെ ടാബുലേഷൻ വർക്കുകൾ, വാല്യുവേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ടാബുലേഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഇപ്പോൾ വാല്യുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 89 കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ ഇംപ്രൂവ്മെന്റ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മീൻസ് വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി ചിലയിടങ്ങളിൽ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ടാബുലേഷൻ കംപ്ലീറ്റ് ആവും. ഉടൻ തന്നെ ഇതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏകദേശം ഈ ആഴ്ച നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് വാല്യുവേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി ടാബുലേഷൻ വർക്കുകളും തീർക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഉടൻ തന്നെ അതിന്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞിട്ട് +2 റെഗുലർ കുട്ടികളുടെ റിസൾട്ട് ആയിരിക്കും, മീൻസ് വാല്യുവേഷൻ തുടങ്ങും. ഇങ്ങനെ ഇനി കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് വരിക, അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ, ഇതൊക്കെ ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോകാനും പലർക്കും എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് നടത്തണമെങ്കിൽ +2 ഇനി വരുന്നുണ്ട്. അതിനൊക്കെയുള്ള അവസരം വരികയാണ്. എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ അതിനനുസരിച്ചുള്ള റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും. എല്ലാം കൃത്യതയോടെ ആയിരിക്കും, ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിടുക. ഓക്കെ. പിന്നെ ലാസ്റ്റിലാണ് നമ്മുടെ ഇപ്പം +1 റെഗുലർ പഠിക്കുന്നവരുടെ, മീൻസ് +1ന്റെ റിസൾട്ട് ഇംപ്രൂവ്മെന്റ് അല്ല, റെഗുലറിന്റെ ലാസ്റ്റിലെ വരത്തുള്ളൂ. ഈ ഓർഡറിലാണ് വരുന്നത്. ആദ്യം വരുന്നത് +1 ഇംപ്രൂവ്മെന്റ്, അത് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് +2ന്റെ റെഗുലർ, നെക്സ്റ്റ് +1 റെഗുലർ. ഓക്കെ. എല്ലാവരും മാക്സിമം എല്ലാവരും പ്രാർത്ഥിക്കുക. അവരുടെ റിസൾട്ടുകൾ ഏറ്റവും നന്നായിട്ട് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.